ഇപ്പോഴത്തെ ഈ ഗവൺമെൻറ് തന്നെ ധവളപത്രം ഇറക്കിയപ്പോഴൊക്കെ ഏറ്റവും വലിയ ആരോപണമായിട്ട് പറയുന്നത് RD ഗ്രാൻറ്റിന് പണമില്ല എന്നിട്ട് ബഡ്ജറ്റ് വെച്ചു. ഞങ്ങൾ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത് ഈ ധനകാര്യ കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തിട്ടില്ല. RD ഗ്രാൻറ്റ് കഴിഞ്ഞ എല്ലാ ധനകാര്യ കമ്മീഷൻ അല്ലെങ്കിൽ കഴിഞ്ഞ എത്രയോ ധനകാര്യ കമ്മീഷൻ നോക്കിയാൽ RD ഗ്രാൻറ്റ് ഉണ്ട്. കേരളത്തിന് വലിയ തുകയാണ്. ഇപ്പോൾ ഞങ്ങളുടെ ഈ ധനകാര്യ കമ്മീഷൻ റിപ്പോർട്ട് തയ്യാറാക്കാൻ വേണ്ടി വളരെ പ്രഗത്ഭരായ എല്ലാവരുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് തയ്യാറാക്കിയ ഒരു ഞങ്ങൾ പൊളിറ്റിക്കലായിട്ട് മാത്രമല്ലല്ലോ നോക്കുന്നത്, അതൊരു ഇക്കണോമിസ്റ്റുകളൊക്കെ നോക്കിയിട്ടാണ്. അപ്പോൾ ഇന്ത്യയിൽ എല്ലായിടത്തും RD ഗ്രാൻറ്റ് ഉണ്ട്. RD ഗ്രാൻറ്റിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത്, ഞങ്ങൾ ചോദിച്ചത് വലിയ തുകയാണ്. ആ തുക പറഞ്ഞാൽ അത്രയും തരില്ല. റവന്യൂവിന് കുറവുള്ള, നിയമപരമായി ചിലവാക്കിയ റവന്യൂവിൽ കുറവ് വരുന്നത് റവന്യൂ ഡെഫിസിറ്റായിട്ട് കൊടുക്കണം. അതിനുള്ള ചില തീരുമാനങ്ങൾ എടുക്കാനായിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിന് പ്രൊവിഷൻ കൊടുക്കുന്നതാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ, ഭരണഘടനയിൽ തന്നെ പറയുന്ന പ്രൊവിഷൻ. ഞങ്ങളൊരു 5 വർഷം കൊണ്ടാണേ, ഒരു വർഷം കൊണ്ടല്ല, 5 വർഷം കൊണ്ടോ 3 വർഷം കൊണ്ടോ ഒരു 50,000 കോടിയിലൊക്കെ അധികം കിട്ടാവുന്ന തരത്തിലേക്കുള്ള എങ്കിലും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ട്. ചോദ്യം അതിനേക്കാളും വളരെ കൂടുതലാണ്. ഇത് ഹിമാചൽ പ്രദേശ് ഗവൺമെൻറ് പറഞ്ഞത് അവർക്ക് നല്ലതുപോലെ ഹില്ലി സ്റ്റേഷൻസ് കൂടുതലുണ്ട്. ചെറിയ സ്റ്റേറ്റ് ആണെങ്കിലും അവർക്ക് 10,000 കോടിയാണ് ഉണ്ടായിരുന്നത് കഴിഞ്ഞ വർഷം, ഒരു വർഷം. ആ 10,000 കോടി കുറവ് വന്നുകൊണ്ട് ഞങ്ങൾക്ക് ശമ്പളം കൊടുക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് അവിടുത്തെ മുഖ്യമന്ത്രി, അദ്ദേഹം കോൺഗ്രസ് മുഖ്യമന്ത്രിയാണ് എന്നുള്ളത് ഞാൻ എടുത്തു പറയുകയാണ്, അദ്ദേഹം ഡൽഹി പോയിട്ട് പറഞ്ഞത്. അപ്പോൾ RD ഗ്രാൻറ്റ് കുറച്ചാളുകൾ പറയുന്നത് ഇനിയും RD ഗ്രാൻറ്റ് കൊടുക്കാം. കാരണം എന്താ, RD ഗ്രാൻറ്റ് ഈ ധനകാര്യ കമ്മീഷൻ്റെ പ്രപ്പോസലിനകത്ത് വന്നിട്ട് അവിടെ നിശ്ചയിച്ചില്ലെങ്കിലും ആ RD ഗ്രാൻറ്റിന് അന്ന് വെച്ച തുക കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കയ്യിലുണ്ടല്ലോ. കേന്ദ്ര ഗവൺമെൻറ് അന്ന് 4.5 ലക്ഷം കോടിയിലധികം കൊടുത്തല്ലോ കഴിഞ്ഞ 5 വർഷം മുമ്പ്. അതേപോലെ ഒരു തുക ഇപ്പോഴും അവർ കരുതിയിട്ടുണ്ടാവണമല്ലോ. ഞങ്ങൾ ഈ വർഷം തരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഏകപക്ഷീയമായിട്ട് തരാതിരിക്കാൻ പറ്റില്ല. ആ തുക നമുക്ക് മേടിച്ചെടുക്കേണ്ടതാണ്. അത് മേടിച്ചെടുക്കണമെങ്കിൽ നമ്മളത് എക്സ്പെക്ട് ചെയ്യണമെന്ന് പറയണം. ബഡ്ജറ്റ് തയ്യാറാക്കുമ്പോൾ ഇത് എക്സ്പെക്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ആരെങ്കിലും തരുമോ? ബഡ്ജറ്റിനകത്ത് അങ്ങനൊരു കോളം എക്സ്പെക്ട് ചെയ്യുന്നു. കാരണം ഇറ്റ് ഈസ് എ റൈറ്റ്. കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം തന്നിട്ടുണ്ട്, കഴിഞ്ഞ ധനകാര്യ കമ്മീഷൻ്റെ സമയത്തെല്ലാം തന്നിട്ടുണ്ട്. അത് വേണം എന്ന് നമ്മൾ അവിടെ പറയുന്നു, നമ്മളത് ആവശ്യപ്പെടുന്നു. നമ്മൾ സുപ്രീം കോടതിയിലടക്കം ഇത്തരം കാര്യങ്ങൾ കേസിന് പോയ ഒരു സ്റ്റേറ്റ് കൂടിയാണ്, അതുകൊണ്ട് മനസ്സിലാക്കണം. അപ്പോൾ ഹിമാചൽ പ്രദേശിൻ്റെ മുഖ്യമന്ത്രി, കോൺഗ്രസ് മുഖ്യമന്ത്രി, അദ്ദേഹത്തെ പോലെ മറ്റു മുഖ്യമന്ത്രിമാരെ ഇനിയും ബലത്തിന് വലിയ ബഹളത്തിന് വരില്ലെങ്കിലും BJP സ്റ്റേറ്റുകൾ പോലും അവർ ആവശ്യപ്പെടുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സ്റ്റേറ്റിൻ്റെ പൊതു ഇൻട്രസ്റ്റ് എന്ന നിലയിൽ അത് വേണം. നിയമസഭ റെസൊല്യൂഷൻ പാസ്സാക്കണം, ഹിമാചൽ പ്രദേശ് ചെയ്തതുപോലെ നല്ലൊരു മൂവ്മെൻറ്റ് നടത്തണം. അതുകൊണ്ട് ആ പണം കിട്ടും എന്ന് തന്നെയാണ്, കിട്ടണം എന്നുള്ളത് നമ്മുടെ ഒരു അർഹതയാണെന്നുള്ളതാണ് അതിനകത്ത് പറയാനുള്ളത്. അതായത് ഈ ബഡ്ജറ്റായാലും അതിനുശേഷമായാലും നമുക്ക് കിട്ടേണ്ട പണം മേടിച്ചെടുക്കണം. അതെന്താണ് അവർ വെക്കാൻ പോകുന്നില്ല. 16ാം ധനകാര്യ കമ്മീഷൻ്റെ റിപ്പോർട്ട് കൊടുത്തപ്പോൾ RD ഗ്രാൻറ്റ് ഇപ്രാവശ്യം ഉൾപ്പെടുത്തിയില്ല. പക്ഷേ RD ഗ്രാൻറ്റിന് വേണ്ടിയിട്ട് കഴിഞ്ഞ വർഷങ്ങളിൽ വെച്ചിരുന്ന പോലെ പണം എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നതാണ്. അതിന് കേന്ദ്രത്തിൻ്റെ കയ്യിൽ ആ പണമുണ്ട്. അല്ലെങ്കിൽ കഴിഞ്ഞ 10, 50, 60 വർഷക്കാലം കേന്ദ്ര ഗവൺമെൻറ് സ്റ്റേറ്റുകൾക്ക് കൊടുക്കാനായിട്ട് മാറ്റി വെച്ചിരുന്ന പണം ഇപ്രാവശ്യം കൊടുക്കുന്നില്ല എന്നെങ്കിലും പറയണ്ടേ? അത് ഒബ്ലിഗേഷനാണ്, ഒരു ശുപാർശയൊക്കെ വെച്ചിട്ട് ഒബ്ലിഗേഷനാണത്. പിന്നെ അല്ല, അതിനകത്തെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഈ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻറ്റ് കൊടുക്കുന്നത്? ഓരോ സ്റ്റേറ്റ് അവരുടെ റവന്യൂവിൽ ഡെഫിസിറ്റ് വന്നാൽ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് കൊടുക്കുന്നത്. വളരെ സർപ്ലസ് ആയ ഒരു സ്റ്റേറ്റ് ആണെങ്കിൽ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻറ്റ് ചോദിക്കാൻ അർഹതയില്ല. നമുക്ക് റവന്യൂ സർപ്ലസ് അല്ല. എത്രയോ കൊല്ലമായിട്ട് കേരളത്തിൻ്റെ ചരിത്രം എടുത്താൽ റവന്യൂ സർപ്ലസ് അല്ല, റവന്യൂ എപ്പോഴും ഡെഫിസിറ്റ് വരും. അതുകൊണ്ടാണ് ഏത് കാലത്തും റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻറ്റ് കിട്ടുന്ന സ്റ്റേറ്റുകളിലൊന്നാണ് നമ്മൾ. കുറേ സ്റ്റേറ്റുകൾ കൊടുക്കാറുണ്ട്, എല്ലാ സ്റ്റേറ്റിനും ഉള്ളത് ഏറിയും കുറഞ്ഞും വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. ആ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻറ്റ് എന്ന് പറയുന്ന സാധനമേ വേണ്ട, ഞങ്ങൾക്ക് റവന്യൂ സർപ്ലസ് ആണെന്ന് പറഞ്ഞാൽ പിന്നെ യഥാർത്ഥത്തിൽ സർപ്ലസ് അല്ലല്ലോ, നമുക്ക് വലിയ പണം കിട്ടാറുണ്ടല്ലോ ഏത് ഗവൺമെൻറ് ആണെങ്കിലും. അതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തണം. അതാണ് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻറ്റിൻ്റെ കാര്യം അവിടെ ഉള്ളത്. അത് കോൺസ്റ്റിറ്റ്യൂഷൻ ഒബ്ലിഗേഷൻ എന്ന് പറഞ്ഞാൽ റവന്യൂ ഡെഫിസിറ്റ് ആവുകയും അത് തരാനായി തീരുമാനിക്കുകയും ചെയ്യുമ്പോഴേ ഒബ്ലിഗേഷൻ ആവത്തുള്ളൂ. ഗവൺമെൻറ് ഈ പ്രൊവിഷൻ അനുസരിച്ച് കൊടുക്കാം എന്ന് പറഞ്ഞിട്ടാണ് ആ പ്രൊവിഷൻ. സ്ത്രീ സുരക്ഷാ പെൻഷൻ എന്നല്ല ഞങ്ങളത് പറഞ്ഞത്, സ്ത്രീ സുരക്ഷാ പദ്ധതിയേ ഉള്ളൂ. നിർത്തലാക്കാൻ സാധാരണഗതി പറ്റില്ല. കാരണം ഞങ്ങളത് 31 ലക്ഷം സ്ത്രീകൾക്കാണ് പ്രതീക്ഷിച്ചത്. 31 ലക്ഷം ആദ്യമേ എൻറോൾ ചെയ്തില്ല.
ഇപ്പോൾ 17 ലക്ഷത്തോളം എൻറോൾ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ കൊടുത്ത ദിവസം 11 ലക്ഷം പേർക്കാണ്. ഫസ്റ്റ് ഡേയിൽ 11 ലക്ഷം പേർക്ക് കൊടുത്തു. അന്ന് തന്നെ അവരുടെ അക്കൗണ്ടിലേക്ക് ചെല്ലുകയായിരുന്നു. ഇപ്പോൾ 17 ലക്ഷമുണ്ട്. അപ്പോൾ ഓരോ ഗ്രാമത്തിലും ഇത്രയേറെ ആളുകൾ മേടിക്കുന്നതാണ്. അവർ പ്രതീക്ഷിക്കുന്നുണ്ട്, അവർ കിട്ടിയെന്നുള്ളത് അറിയാം. അപ്പോൾ എത്ര പേരാണ് നമ്മുടെ ഇപ്പോൾ സ്റ്റുഡൻസിന് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ 5 ലക്ഷം 6 ലക്ഷം 7 ലക്ഷത്തിനാണ് മാക്സിമം കണക്കാക്കുന്നത്. കണക്റ്റ് വർക്ക് മാത്രം ഞങ്ങളൊരു പദ്ധതിയാണ്. കണക്റ്റ് വർക്ക് കുട്ടികൾ, ചെറുപ്പക്കാർ, വിദ്യാഭ്യാസം കഴിഞ്ഞ് നിൽക്കുന്നവർക്ക് തൊഴിലിന് വേണ്ടിയിട്ട് ഒരു വർഷം അവർക്ക് പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള അതാണ് കണക്റ്റ് വർക്ക്. 5 ലക്ഷം പേരാണ്. ഈ സ്ത്രീ സുരക്ഷാ പദ്ധതി മുഴുവൻ ആപ്ലിക്കൻസും വരും 30 ലക്ഷം വരും. അല്ലെങ്കിൽ ഇപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്ന തന്നെ ഇത്രയുണ്ട്. ലക്ഷക്കണക്കിന് ആളുകൾ KSRTC ബസ്സിലൊക്കെ കയറുന്നു എന്ന് പറയുന്ന പോലെ തന്നെ എലിജിബിൾ ആയിട്ടുള്ളൊരു വലിയ സെക്ഷനില്ല. അതിനേക്കാൾ എത്രയോ അധികം ആളുകളാണ്. അവർക്ക് കൊടുക്കില്ല എന്ന് പറയുന്നത് ഒരു ഗവൺമെൻറ്റിന് തീരുമാനം എടുക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സാധാരണ ഒരു ബുദ്ധിപരമായി പ്രവർത്തിക്കുന്ന ജനങ്ങളുടെ ഒരു വികാരം മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ഗവൺമെൻറ് അത് ഒഴിവാക്കാൻ തയ്യാറാവില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കൊടുക്കുന്നില്ല ഇപ്പം. അത് കൊടുക്കേണ്ടതാണ്. അത് നേരത്തെ കൊടുത്തിരുന്നതാണ്, കൊടുക്കേണ്ടതാണ്. കിഫ്ബിയെ തകർക്കാൻ വേണ്ടി ഗവൺമെൻറ് തയ്യാറാവില്ലെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കിഫ്ബിയെ സംബന്ധിച്ച് അവർക്ക് അതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊക്കെയുള്ള ചർച്ച ചെയ്യാം. ഗവൺമെൻറ്റിൻ്റെ ചർച്ച ചെയ്യുമായിരിക്കും. പക്ഷേ കിഫ്ബി എന്ന് പറയുന്ന പ്രസ്ഥാനം കേരളത്തിലുണ്ടാക്കിയ വലിയ മാറ്റം, വലിയ ഇൻവെസ്റ്റ്മെൻറ്റ്, വലിയ തരത്തിലുള്ള നിക്ഷേപം, അതൊക്കെ കൂടെ ചേർന്നാണ് ഇപ്പം നമ്മൾ ടാക്സിൻ്റെ വർധന ഉണ്ടായെന്ന് പറഞ്ഞാൽ പുതിയ ഇൻഡസ്ട്രി വരുന്നു, നല്ല സ്ഥാപനങ്ങൾ വരുന്നു, നല്ല റോഡ് വരുന്നു എന്ന് പറയുന്നതിനെ ബന്ധപ്പെട്ടിട്ടാണ്. കേരളത്തിലാകെ കടൽ മാർഗമുള്ള ഇക്കണോമി ശക്തിപ്പെടുത്താനും സിവിൽ ഏവിയേഷൻ ശക്തിപ്പെടുത്താനും ഒക്കെ പറയുന്നല്ലോ. അതൊക്കെ വന്നതുകൊണ്ടാണ്, നല്ല നിക്ഷേപം വന്നതുകൊണ്ടല്ലേ, നല്ല റോഡ് വന്നതുകൊണ്ടല്ലേ. അപ്പോൾ അതെല്ലാം ചെയ്തത് കിഫ്ബിയാണ്, ചെയ്തുകൊണ്ടിരിക്കുന്ന കിഫ്ബിയാണ്. കിഫ്ബിയെ സംബന്ധിച്ച് അതിനെ സ്ട്രീം ലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ഗവൺമെൻറ്റിനും ചിലപ്പോൾ ചർച്ചകൾ നടത്തും. പക്ഷേ കിഫ്ബി എന്ന് പറയുന്നൊരു വലിയ കൺസെപ്റ്റാണ്. ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെ കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞാലും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പല വലിയ സ്കീമുകൾ നടപ്പിലാക്കുന്നത് ഇങ്ങനെ തന്നെ ബോറോ ചെയ്തിട്ടാണ്. അത് കൊമേഴ്സ്യലി തന്നെയും കുറച്ച് ഭാഗം കൊമേഴ്സ്യലിയും ബാക്കി അല്ലാതെയും ഒക്കെ ചെയ്തുകൊണ്ട് കൊണ്ടുപോകാൻ പറ്റുന്നൊരു മോഡലായിട്ട് അത് ചെയ്യാൻ പറ്റും. അത് അവർ അങ്ങനെ തന്നെ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. രാഷ്ട്രീയമായിട്ട് പല കാര്യങ്ങളും പറഞ്ഞെങ്കിലും മന്ത്രിമാരായി ചുമതല ഏറ്റെടുത്ത പല ആളുകളും ഇപ്പോൾ അതിനെപ്പറ്റി ഒന്നും മിണ്ടുന്നില്ല. പണ്ട് എതിർത്ത കാര്യങ്ങൾ വീണ്ടും വരുമ്പോൾ അതിനെപ്പറ്റി ഒന്നും മിണ്ടുന്നില്ല എന്ന് പറയുന്നത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. PM ശ്രീ ഉദാഹരണം. PM ശ്രീ പോലെയുള്ള കാര്യങ്ങളിൽ ഞങ്ങൾ പണം മേടിച്ചിട്ടില്ല. ശക്തമായ എതിർപ്പ് ഞങ്ങൾ പറഞ്ഞിരുന്നതാണ്. സിലബസിനകത്തൊന്നും തൊടുന്ന പ്രശ്നമില്ല. പക്ഷെ അത് ഭയങ്കരമായി കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ടൊരു പൊളിറ്റിക്കലായിട്ട് എന്തോ ഡീലാണെന്നൊക്കെ അല്ലേ പറഞ്ഞേ. ഇപ്പം എന്താ അതിനെപ്പറ്റി? ഞങ്ങളത് മേടിക്കുന്നില്ല, ഞങ്ങൾക്കത് വേണ്ട എന്ന് പറയാൻ ധൈര്യപ്പെടുന്നില്ലല്ലോ. ഞങ്ങളത് വേണ്ട എന്ന് പറഞ്ഞ് കത്ത് കൊടുത്തത് വീണ്ടും ഞങ്ങൾ തിരുത്തിയതാണ്. ഞങ്ങൾക്ക് കിട്ടാനുള്ളത് മാത്രം അന്ന് ഇപ്പം കേരളത്തിന് ഇപ്പോൾ UDF ഗവൺമെൻറ് ആണെന്നേ ഉള്ളൂ. മൊത്തം 6000 കോടി രൂപ കിട്ടാനുള്ളത് പലതരത്തിലുള്ളത് കിട്ടാനുണ്ടല്ലോ. നെല്ലിൻ്റെ മാത്രം 2000 കോടിയിലധികം ഉണ്ട്, നിങ്ങൾക്കറിയാം. അപ്പോൾ PM ശ്രീയുടെ കാര്യത്തിനകത്ത് ഇത്രയും പറഞ്ഞിട്ട് PM ശ്രീയുടെ കാര്യത്തിൽ ഇപ്പോൾ എന്താ പറയുന്നത്? ഇപ്പോൾ ഇതുപോലെ ഭരണത്തിൽ വരുമ്പോൾ നേരത്തെ പറഞ്ഞ പല കാര്യങ്ങളും വിഴുങ്ങിപ്പോന്നു എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അത് ആരംഭം എന്ന നിലയിൽ മന്ത്രിമാരിതൊക്കെ മനസ്സിലാക്കി കുറച്ചുകൂടി കറക്റ്റ് ചെയ്ത് വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഞങ്ങളതുകൊണ്ട് അമിതമായിട്ടൊന്നും അതിനെ വിമർശിക്കുന്നുണ്ട്. അവർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതവർ കറക്റ്റ് ചെയ്യണം. ഇത് മാത്രമല്ല, മറ്റു പല കാര്യങ്ങളും. ഇപ്പോൾ വൈസ് ചാൻസലർമാർ നേരെ RSSൻ്റെ മീറ്റിങ്ങിന് പോവുക. അത് കേരളത്തെ സംബന്ധിച്ച് ഒരിക്കലും ആരും അംഗീകരിക്കുന്നതല്ല. വൈസ് ചാൻസലർമാർ പോയതല്ലല്ലോ തുടങ്ങിയത്. 19 സെനറ്റ് മെമ്പർമാരെ നോമിനേറ്റ് ചെയ്തതിനകത്തും വൈസ് ചാൻസലറെ നോമിനേറ്റ് ചെയ്യുന്ന പാനലിനകത്ത് പേര് കൊടുക്കാത്ത പ്രശ്നത്തിലുമൊക്കെ BJPയുടെ ബന്ധപ്പെട്ട ആളുകൾ വരത്തക്ക വിധത്തിലേക്ക് ആ കാര്യം കൊടുക്കുക. ഇങ്ങനെ പല കാര്യങ്ങളും വരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇനി പരിചയമില്ല എന്ന് പറയാൻ പറ്റുന്നതല്ല. കോടതി വക്കീലിൻ്റെ കാര്യം, മറ്റു പല കാര്യങ്ങളും ഒക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. അത് അവർ ശ്രദ്ധിക്കേണ്ടതാണ്. നാളെ മറ്റന്നാൾ MLA മാരുടെ ഓറിയൻറ്റേഷൻ ക്ലാസ് ഉണ്ട്. എല്ലാ MLA മാരും പങ്കെടുക്കുന്ന ക്ലാസ്സാണ്. അങ്ങനല്ല, ഈ പാർലമെൻ്ററി മര്യാദ അനുസരിച്ച് പാർലമെൻറ്റിൽ, ലോക്സഭയിലും രാജ്യസഭയിലായാലും കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മെമ്പർമാർ അവർ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യും. അതിനകത്ത് പാർലമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ, നിയമസഭയുടെ പ്രവർത്തനങ്ങളിലെ കാര്യം പറയുന്നതല്ലേ. ആ എക്സ്പീരിയൻസ് വെച്ച് പറയുന്നതാണ്. അതിന് ക്ലാസ് എടുക്കാൻ വിളിക്കുന്നതാണ്. കാരണം നമ്മുടെ തത്വം അനുസരിച്ച് നിയമസഭ എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡൻറ്റ് ബോഡി തന്നെയാണ്. സ്പീക്കർക്ക് പൊളിറ്റിക്സേ പാടില്ല. നമ്മുടെ പൊളിറ്റിക്സ് ഉണ്ടെങ്കിലും
വളരെ ഇൻഡിപെൻഡൻ്റ് ആണ്. നിയമസഭയുടെ കാര്യം അങ്ങനെയാണ്. ഈ ക്ലാസ്സൊക്കെ എടുക്കുക എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ, പ്രൊസീജിയറെ സംബന്ധിച്ചല്ലേ. ഓക്കെ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.